നമ്മുടെ ലോകത്തെ പ്രധാന പ്രശ്നമാണല്ലോ ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ രാജ്യത്തെയും പിടിമുറുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടാനോ അവർ റിട്ടയർമെൻ്റ് എടുത്ത് നാട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് അവരെ പിടിമുറുക്കും, പിഴിഞ്ഞെടുക്കും. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 182 ഡേയ്സിന് മുകളിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മാത്രമാണ് നിങ്ങൾ NRI സ്റ്റാറ്റസ് ഉള്ളത്. അല്ലാതെ നിങ്ങൾക്ക് NRI അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതി ഇന്ത്യയിൽ ടാക്സ് എക്സംഷൻ ലഭിക്കില്ല. NRI അക്കൗണ്ടിൽ വരുന്ന എല്ലാ എമൗണ്ടും ടാക്സ് ഫ്രീ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വിദേശത്ത് വരുമാനം ജനറേറ്റ് ചെയ്യുന്ന വർഷം 182 ഡേയ്സിന് മുകളിൽ നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എക്സംഷൻ ലഭിക്കുക. എംപ്ലോയ്മെന്റ് പർപ്പസിന് പോയ ഒരാളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഏപ്രിലോ മെയിലോ ജൂണിലൊക്കെ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിങ്ങൾ ആ വർഷം ഇന്ത്യയിൽ റെസിഡൻ്റ് ആവും. ഇന്ത്യയിൽ റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആ വർഷത്ത് ലോകത്തിൽ എവിടെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നോ അതെല്ലാം ഇന്ത്യയിൽ ടാക്സ് ചെയ്യേണ്ടി വരും. ഇതിൽ ഡേഞ്ചർ സോൺ ഞാൻ പറയാം. പല ആളുകളും വിദേശത്ത് വരുമാനം ഉണ്ടാവും. ആ വരുമാനമോ അല്ലെങ്കിൽ സ്വത്തോ അസറ്റൊക്കെ ഉണ്ടാവും. ആ അസറ്റുകൾക്ക് പ്രത്യേക പ്രൂഫ് ഒന്നും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. ക്യാഷായിട്ട് സാലറി വാങ്ങി അതിൽ ഗോൾഡ് വാങ്ങി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. തിരികെ വരാൻ നേരം ആ സമ്പാദ്യം മുഴുവനും ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ NRI അക്കൗണ്ട് വഴിയായിരിക്കും ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ആ വർഷം നിങ്ങൾ റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊണ്ടുവരുന്ന എമൗണ്ടിൽ ഇന്ത്യയിൽ കണക്ക് പറയേണ്ടി വരും. കൊണ്ടുവരുന്ന എമൗണ്ട് നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ട്, പഴയ വർഷത്തെ വരുമാനമാണ്, മുന്നേ കിട്ടിയ സാലറിയുടെ ബാലൻസ് ആണ് നാട്ടിലേക്ക് അയക്കുന്നത്. പ്രൂഫ് ഉള്ള എമൗണ്ടിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല. പക്ഷെ പ്രൂഫ് ഇല്ലാത്ത എമൗണ്ടിൽ ഇന്ത്യയിൽ നിങ്ങൾ വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി ഇത് എപ്പോഴാണ് പിടിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ വന്ന് ഈ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുകയാണ്. ഈ സിറ്റുവേഷനിൽ ഇൻകം ടാക്സ് നിങ്ങളുടെ സോഴ്സ് ചോദിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം എന്താണ്? ഞാൻ NRI ആണ്, NRI ഇൻകം ഇന്ത്യയിൽ ടാക്സ് ഇല്ല, സോ അതുകൊണ്ട് വേറെ പേടിക്കേണ്ട എന്നായിരിക്കും ചിന്തിച്ചിരിക്കുക. ശരിക്കും അങ്ങനെയല്ല. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ റെസിഡൻ്റ് ആവുകയാണെങ്കിൽ ആ വർഷം നിങ്ങൾ വിദേശത്ത് എവിടെ വരുമാനം ഉണ്ടാക്കിയാലും അത് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ സോഴ്സ് ചോദിക്കുന്ന സമയം നിങ്ങൾ റെസിഡൻ്റ് ആണ്, നിങ്ങൾ നാട്ടിലേക്ക് ക്യാഷ് കൊണ്ടുപോകും, ഈ വർഷത്തിൻ്റേത് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ എമൗണ്ടിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ടാക്സ് ചാർജ് ചെയ്ത് ബിസിനസ് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അവരുടെ കയ്യിലുള്ള സമ്പാദ്യം നാട്ടിലുള്ള പല ഗോൾഡ് ജ്വല്ലറികളിലും ഉള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ സോഴ്സ് ഇൻകം ടാക്സ് നിർബന്ധമായും നോക്കുന്നതായിരിക്കും. നിങ്ങൾ അറിയില്ല നിങ്ങളുടെ ചെക്ക് ചെയ്യുന്ന കാര്യം. ഇൻകം ടാക്സ് അങ്ങനെ നിങ്ങളെ ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൊണ്ടുവന്ന എമൗണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാലും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾ റെസിഡൻ്റ് ആയി വിദേശത്ത് നിങ്ങളുടെ പേരിൽ ഒരു അസറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പോ ബിസിനസ്സോ ഉണ്ട് എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ഇന്ത്യയിൽ ഇൻകം ടാക്സിൽ റിട്ടേണിനകത്ത് കാണിച്ചില്ല എന്നുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അത് വരുന്നത് എത്രയാണോ വരുമാനം അതിൻ്റെ 90% വരെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. നാട്ടിലേക്ക് വരുന്നവർ പ്രധാനമായിട്ടും നിങ്ങളുടെ ഒരു കൺസൾട്ടൻറ്റിനെ കാണുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് നിങ്ങൾ റെസിഡൻ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. റെസിഡൻ്റ് ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഉപാധി ഇതാണ്. നിങ്ങൾക്ക് നാട്ടിൽ വന്ന ശേഷം ഇന്ത്യക്ക് പുറത്ത് വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് പോവുക. 182 ഡേയ്സ് ഇന്ത്യക്ക് പുറമേ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും NRI സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. നാട്ടിൽ കൊണ്ടുവന്ന ക്യാഷിനൊന്നും പ്രത്യേകിച്ച് ചോദ്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ NRI ആണ്. നിങ്ങൾ ഏപ്രിലോ മെയിലോ നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്, നിങ്ങൾക്കിനി നാട്ടിൽ വന്ന ശേഷം വേറൊരു രാജ്യത്ത് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, മാർച്ച് 31 കഴിഞ്ഞ വർഷം നിങ്ങൾ NRI ആയിരിക്കുമല്ലോ, അങ്ങനെയുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാർച്ച് 31 നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് എല്ലാം നാട്ടിലേക്ക് അയക്കുക. അപ്പോൾ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ NRI ആയിരുന്ന സമയത്താണ് ഇന്ത്യയിലേക്ക് ക്യാഷ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ടാക്സ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഒരു സ്ക്രൂട്ടണി ഉണ്ടായാലും ഫ്യൂച്ചർ സ്ക്രൂട്ടണി ഉണ്ടായാലും അതിന് സോഴ്സായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയുന്നു, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ റെസിഡൻ്റ് ആകുന്ന വർഷമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം.
ഇപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ഇൻകം ടാക്സ് ഇഷ്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് NRIയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തുതരാം. നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ ആളുകളും ഉണ്ട്, താല്പര്യം കാണിക്കുകയാണെങ്കിൽ ഞാനൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വെബിനാർ എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വരുന്ന വീഡിയോകളിൽ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.